എല്ലാവർക്കും നമസ്കാരം. നമുക്ക് 5th ലെസണിലത്തെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ്, ആദ്യത്തെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് നോക്കാം. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ലെസണിലത്തെ സംഭവങ്ങൾ പഠിച്ചല്ലോ. ഇനി അത് വെച്ചിട്ട് അതും നമ്മൾ മുന്നേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ച കുറെ കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓരോന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ആയിരിക്കും ഈ ലെസണിൽ മിക്കവാറും വരാം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. അപ്പൊ പേജ് നമ്പർ 68 ഫസ്റ്റ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെന്റേഴ്സ് ഓഫ് 2 ഇന്റർസെക്റ്റിംഗ് സർക്കിൾസ് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്? 2 സർക്കിൾസ് ആണ് വന്നിട്ടുണ്ട്. ഒരെണ്ണം വലുതാണ്, ഒരെണ്ണം ഇത്തിരി ചെറുതാണ്. അപ്പൊ ഈ 2 പേരുടെയും മീറ്റിംഗ് പ്ലേസുകൾ ഉണ്ടല്ലേ, 2 പോയിന്റുകളിൽ കൂടെ ഈ 2 സർക്കിളും തമ്മിൽ ഇങ്ങനെ 2 പേരും കടന്നു പോയിട്ടുണ്ട് ഇല്ലേ. ആ 2 പോയിന്റ്സുകളെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ അതൊരു കോഡാണ് അല്ലെ. ഈ സർക്കിളിന്റെ എടുക്കുകയാണെങ്കിൽ AB എന്ന് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. AB എന്ന് പറയുന്ന ഈ ലൈൻ ഈ ചെറിയ സർക്കിള് മാത്രം എടുത്ത് നോക്കിയാൽ ആ ചെറിയ സർക്കിളിന്റെ കോഡാണ്. ഇനി വലിയ സർക്കിൾ എടുത്ത് നോക്കിയാലോ, അതിന്റെയും കോഡാണ് AB. അപ്പൊ 2 പേരും കോമൺ കോഡാണ് AB. ഇനി 2 പേർക്കും 2 സർക്കിളുകൾക്ക് ഓരോ സെന്റർ ഉണ്ടായിരിക്കും ഇല്ലേ. ആ 2 സെന്ററുകളെ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. 2 സർക്കിളുകൾ ഇപ്പോൾ CD എന്ന് പറയുന്ന 2 സെന്ററുകൾ, ആ 2 സെന്ററുകളെ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ആ 2 CD എന്ന് പറയുന്ന ഒരു പുതിയ ലൈൻ കിട്ടി. ആ ലൈൻ AB-ലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു. അതിന് നമുക്ക് O എന്ന് പേര് കൊടുക്കാം. അപ്പൊ O എന്ന പോയിന്റിൽ വെച്ചിട്ട് ഈ CD മീറ്റ് ചെയ്തു. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഈ വരച്ചിരിക്കുന്ന ലൈൻ 2 സെന്റേഴ്സിന് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ലൈൻ AB എന്ന് പറഞ്ഞ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ CD എന്ന ലൈൻ AB-യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ഇവിടെ തെളിയിക്കണം. ഒന്ന്, ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ AB എന്ന് പറഞ്ഞ ലൈനിന്റെ മധ്യഭാഗത്തിലൂടെയാണ്, കൃത്യം സെന്ററിലൂടെയാണ് CD എന്ന് പറഞ്ഞ ലൈൻ കടന്നു പോയിരിക്കുന്നത് എന്നാണ് അർത്ഥം അല്ലെ. ബൈസെക്ട് ചെയ്യാണ്, 2നെ തുല്യമായിട്ട് ഭാഗിച്ചു. അതായത് നമുക്ക് AO ഈക്വൽസ് BO എന്ന് പ്രൂവ് ചെയ്യണം. AO എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗവും BO എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗവും തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ബൈസെക്ടർ ആണ്. ഇനി പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണത് കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി വരില്ല. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതായത് BCO ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാൽ മതി. അപ്പൊ BOC ആംഗിൾ BOC ഈക്വൽസ് ആംഗിൾ AOC ഈക്വൽസ് 90 ഡിഗ്രി. ഇങ്ങനെ പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പുറത്തെ AOD ഈക്വൽസ് ആംഗിൾ BOD ഈക്വൽസ് 90 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിലേക്ക് എത്താൻ എന്താണ് നമ്മൾ ചെയ്യുക? അപ്പൊ ഇതിനെ ഇങ്ങനെ തന്നെ അയച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഈ AC-നെ തമ്മിൽ ജോയിൻ ചെയ്തു, അതേപോലെ തന്നെ AD-നെയും ജോയിൻ ചെയ്തു, BC ജോയിൻ ചെയ്തു, BD-നെയും ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനെ മാത്രം ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാട്ടാ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ഇപ്പൊ അത് കിടക്കണേ അല്ലെ, ഒരു ഡയമണ്ട് പോലെ. അപ്പൊ ACDB ഇങ്ങനെയാണ് കിടക്കണേ അല്ലെ. 2 ട്രയാങ്കിൾസ് നമുക്ക് പുതിയതായിട്ട് കിട്ടി. ഇതിലേക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 4 ട്രയാങ്കിൾ ഉണ്ട്. സെന്ററിൽ കൂടെ ആ ലൈൻ ഇങ്ങനെ AB എന്ന് പറഞ്ഞ ലൈൻ ഇങ്ങനെ നിൽക്കണം. കാരണം മൊത്തം നമുക്ക് 4 ട്രയാങ്കിൾ ഉണ്ട്. അത് അവിടെ കിടക്കട്ടെ. നമുക്ക് അതിലേക്ക് പിന്നെ പോവാം. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കാം. ഈ 2 ട്രയാങ്കിൾസിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണാനുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. അതായത് ഈ വർഷം പഠിക്കണത് ഈ വർഷം തന്നെ ഉപയോഗിക്കാനില്ല, കഴിഞ്ഞ വർഷത്തെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും നമുക്ക് ഓരോന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പൊ ഇതിന് നോക്കി കഴിഞ്ഞാല് ഞാൻ പറയാണ് AC-യും BC-യും ഈക്വൽ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? AC എന്ന് പറയുന്ന ഈ ലൈനും BC എന്ന് പറയുന്ന ഈ 2 ലൈൻസും ഈക്വൽ ആണെന്ന്. ഈക്വൽ ആണോ? ഈക്വൽ ആണ്. എന്താ കാരണം അങ്ങനെ പറയാൻ? AC-യും BC-യും ഒരേ
സർക്കിളിന്റെ റേഡിയസുകളാണ് അല്ലെ. ഈ വലിയ സർക്കിളിന്റെ സെൻട്രൽ നിന്നും ഈ സർക്കിളിന്റെ അവിടേക്കുള്ള ലൈൻസ് ആണ് ഇത് രണ്ടും അല്ലെ. സർക്കിളിന് വന്ന് കൂട്ടിയിട്ടുള്ള രണ്ട് ലൈൻസ് ആണ് ഇത് രണ്ടും. അപ്പൊ അത് രണ്ടും സർക്കിളിന്റെ റേഡിയാണ്, റേഡി ഓഫ് സെയിം സർക്കിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടി, AC ഈക്വൽസ് BC. എന്തെഴുതും നമ്മൾ? റീസൺ റേഡി ഓഫ് ദ സെയിം സർക്കിൾ. എന്ന പോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇതും ADയും BDയും ഈക്വൽ അല്ലേ? അതും സെയിം ഒരേ വൃത്തത്തിന്റെ ആരങ്ങളാണ്. അപ്പൊ എന്ത് നമുക്ക് എഴുതാം? AD ഈക്വൽസ് BD. ഇതിനും സെയിം റീസൺ തന്നെ, റേഡി ഓഫ് സെയിം സർക്കിൾ, ഒരേ സർക്കിളിന്റെ ആരങ്ങളാണ്. ഇനി ഇപ്പോ ഈ രണ്ട് സൈഡുകളായി. ഇനി ആകെപ്പാടെ ഈ രണ്ട് ട്രയാങ്കിൾസിനും അവശേഷിക്കുന്ന വശം എന്ന് പറയുന്നത് CD എന്ന് പറയുന്ന വശമാണ്. Therefore നമുക്ക് എഴുതാം CD ഈക്വൽസ് CD. കാരണം എന്താണ്? രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് CD. അപ്പൊ കോമൺ സൈഡ് എന്ന് റീസൺ ചെയ്താം. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരു ട്രയാങ്കിളിലെ ACD എന്ന് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിളും 3 സൈഡുകളും BCD എന്ന് പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിളിന്റെ 3 സൈഡുകളുമായിട്ട് ഈക്വൽ ആണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ ട്രയാങ്കിൾസിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും ഈക്വൽ ആവാ? ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ആണ് ഈക്വൽ ആവുക. അപ്പൊ ഇതുമാണ് ഈക്വൽ. ഈ രണ്ടും ഈക്വൽ സൈഡുകളാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ ഇതാണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് A ഡിഗ്രി ആണെങ്കിൽ ഇതും A ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അത് ഈക്വൽ ആണ്. എന്നാ പോലെ തന്നെ ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിൾ, ഇതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇനി അതുപോലെ സെന്ററിൽ കിടക്കുന്ന ഈ കോമൺ സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ ആണ്, ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിളും ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? എന്ത് റീസൺ ആയതും? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഇനി അതുപോലെ ഇത് വരാ ADC അല്ലെ. ആംഗിൾ ADC ഈക്വൽസ് ആംഗിൾ BDC. അത് തന്നെയാണ് റീസൺ. ഇനി അതുപോലെ ആംഗിൾ A ഈക്വൽസ് ആംഗിൾ B എന്ന് നമുക്ക് എഴുതാം അല്ലെ. Aയും Bയും ഈക്വൽ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ ഈ ABനെ തമ്മിൽ യോജിപ്പിക്കാൻ പോവാണ്. ABനെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ACB എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ADB എന്ന് പറയുന്ന പോർഷൻ എടുക്കാം. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABനെയാണ്. ABയുടെ അതായത് സെന്റർ O, ഈ AO എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? AOയും BOയും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ AB വരുന്ന ഭാഗം ആണ് നമുക്ക് ഇനി എടുക്കേണ്ടത്. അപ്പൊ ഒന്നുകിൽ AB വരുന്ന ABD എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എടുക്കാം, അല്ലെങ്കിൽ ABC എന്ന് പറയുന്ന ഭാഗം വേണമെങ്കിൽ എടുക്കാം. ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ ABD എടുക്കാന്ന് വിചാരിക്കും. അപ്പൊ അതിനെ മാത്രം ഞാൻ എടുത്ത് വരയ്ക്കുകയാണ്. ABD ഇതിനെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും ഇതുപോലെ നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ നോക്കി ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. AD ഈക്വൽസ്. അപ്പൊ നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ADയും BDയും ഈക്വൽ ആണ്. AD ഈക്വൽ BD. എന്താ കാരണം? ADയും BDയും ഒരേ സർക്കിളിന്റെ ആരങ്ങളാണ്, റേഡിയസുകളാണ്. ഇനി ഈ സൈഡ് നോക്കിയേ, OD. AO ഈക്വൽ BO നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് അതിലേക്ക് എത്തണം. അപ്പൊ അതവിടെ എടുക്കട്ടെ. OD ഈക്വൽ OD എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ? കാരണം എന്താ? കോമൺ സൈഡാണ്. അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾസിന്റെയും ഒരു ജോഡിയല്ല, രണ്ട് ജോഡി സൈഡുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇതൊരു ജോഡി, പിന്നെ നടുവിലത്തെ കണ്ടുപിടിച്ചു. ഇനി നോക്കി, ഈ രണ്ട് ആംഗിൾസ് ആണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഈ രണ്ട് ആംഗിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് ഈക്വൽ ആണ്. നമ്മൾ മുന്നേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ADOയും BDOയും, അതായത് ADCയും BDCയും. സിക്ക് പകരം നമ്മളിവിടെ O നെയ്ത് മാത്രം രണ്ടും ഒരേ ആംഗിൾ ആണ്. ഇവിടെ കിടക്കുന്ന ആംഗിൾസ് ആണ്. അത് നമ്മൾ രണ്ടും മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്.
അത് ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് അതിന്റെ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ അത് നമ്മുടെ ഇവിടെ എടുത്തിരുന്നു. ആംഗിൾ എന്താണ്? ADO ഈക്വൽസ് ആംഗിൾ BDO. ഓ എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ എഴുതിയപ്പോ ADC അത് കാരണം വലിയ ട്രയാങ്കിൾ ആയിരുന്നു. അപ്പൊ അതിന്റെ അവിടം വരയ്ക്കുള്ള വശം അവിടം വരയ്ക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ADC BDC എഴുതിയത്. ഇതിപ്പോ നമ്മൾ ഇതിന്റെ പകുതി എടുക്കണുള്ളൂ. അപ്പൊ ADO വരയ്ക്കുള്ളൂ കേട്ടാ. രണ്ടും സെയിം ആംഗിൾ തന്നെയാണ്. പേര് ലാസ്റ്റത്തെ നടുവിലത്തെ അക്ഷരം മാറാണ്ട് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? സെൻട്രലിലത്തെ അക്ഷരം മാറാണ്ട് നോക്കിയാൽ മതി. ADO BDO ADC BDC മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ആണ് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത്രയും ഓക്കെ. അപ്പൊ രണ്ട് സൈഡുകൾ ആംഗിൾ ബിറ്റ്വീൻ ആ രണ്ട് സൈഡുകളുടെ ഇടയിൽ എടുക്കുന്ന ആംഗിളും വേറൊരു ട്രയാംഗിളിന്റെ രണ്ട് സൈഡിന്റെ ഇടയിൽ എടുക്കുന്ന ആംഗിളും ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ട്രയാംഗിൾസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വേറെ പ്രിൻസിപ്പിൾ. അപ്പോ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഈക്വൽ ട്രയാംഗിൾസ് ആണെങ്കിൽ അതിന്റെ ബാക്കി സൈഡുകളും ബാക്കി ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ട്രയാംഗിളിന്റെ ഈ രണ്ട് ADOയും BDO എന്ന് പറയുന്ന ഈ രണ്ട് ട്രയാംഗിളിന്റെ ബാക്കി വന്നേക്കണ ഒരു ജോഡി സൈഡ് ഏതാണ്? AOയും BOയും. അതും ഈക്വൽ ആണ് അല്ലെ? അത് അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് അറിയേണ്ടത് എന്താണ്? ഈ ആംഗിൾ ആണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഇത് 90 ഡിഗ്രിയും കൂടി ആണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ ജോലി കഴിയും. അപ്പൊ നമുക്കിപ്പോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ ട്രയാംഗിൾസ് ആവുമ്പോൾ എന്തായാലും ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ഈക്വൽ ആവണം അല്ലെ? അപ്പൊ ഈ ഒരു കോമൺ സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ ഇതോ ഈക്വൽ ആണെങ്കിൽ ഇതും ഈക്വൽ ആണ്. ഇനി ഈ രണ്ട് കോമൺ സൈഡുകൾ അല്ല, ഈ രണ്ട് ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ആണ് ഇതും ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ AODയും BODയും ഈക്വൽ ആണ്. ആംഗിൾ AOD ഈക്വൽ ആംഗിൾ BOD. എന്താണ് റീസൺ? ഈക്വൽ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ്. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ആണ്. ദേ ആർ ഓൾസോ ഈക്വൽ. അപ്പൊ അത് ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇനി ഈ ആംഗിളിന് വല്ല പ്രത്യേകത ഉണ്ടോ? ഇങ്ങനെ നിൽക്കുന്ന ആംഗിളിന്, ഇങ്ങനെ കിടക്കുന്ന ആംഗിളിന് എന്താണ് പ്രത്യേകത? ലീനിയർ പെയർ ആണ് അല്ലെ? ഒരു സ്ട്രെയിറ്റ് ലൈനില് വേറൊരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ്, അതിനാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോകുന്നു, അതിലേക്ക് വേറൊരു ലൈൻ വന്ന് വീഴുന്നു. അങ്ങനെ ഉണ്ടാവുമ്പോൾ രണ്ട് ആംഗിൾസ് ഉണ്ടാവും. അതിനെ പറയുന്നതാണ് ലീനിയർ പെയർ. ആ ലീനിയർ പെയറിന്റെ പ്രത്യേകത എന്താ? ആ ലീനിയർ പെയർ സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അതായത് ആ രണ്ട് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. അപ്പൊ ഇത് ലീനിയർ പെയർ ആണ് അല്ലെ? സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, അതിലേക്ക് മറ്റൊരു ലൈൻ വന്നു മീറ്റ് ചെയ്തു, അപ്പൊ ഉണ്ടാകുന്ന ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾസും ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഒരെണ്ണം എത്ര വീതം ഉണ്ടായിരിക്കും? 90 ഡിഗ്രി വീതം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിങ്ങനെ എഴുതാം. ആംഗിൾ AOD പ്ലസ് ആംഗിൾ BOD ഈക്വൽസ് 180 ഡിഗ്രി. റീസൺ എന്ത് ചെയ്തു? ലീനിയർ പെയർ. Therefore എന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതണ്ടേ. ആംഗിൾ therefore ആംഗിൾ AOD ഈക്വൽസ് ആംഗിൾ BOD ഈക്വൽസ് 90 ഡിഗ്രി. അതിന്റെ പകുതി വീതമായിരിക്കും. എപ്പോഴാണ് ഈക്വൽ ആയാൽ ശരിയാവുള്ളൂ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും വേണം. രണ്ടും ഈക്വലുമാണ്. അപ്പോൾ 90 + 90 180 ഡിഗ്രി എന്ന് വന്നു. അപ്പൊ നമ്മളിപ്പോ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ? ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് രണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പിക്ചർ ഓൺ ദ റൈറ്റ് ഷോസ് 2 circles centered on the same point and a line intersecting them. Prove that the parts of the line between the circles on either sides are equal. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അതായത് ഒരു ഫിഗർ തന്നിരിക്കുന്നു. ഒരേ സെന്റർ ഉള്ള രണ്ട് സർക്കിളിനും കൂടിയിട്ട് ഒരു സെന്റർ ആണ്. അതായത് അതിൽ കുത്തിയിട്ട് തന്നെയാണ് രണ്ട് സർക്കിളും വരച്ചിട്ടുള്ള, പറഞ്ഞാൽ ചെറുത് പറഞ്ഞാൽ വലുതാന്ന് മാത്രം. ഇനി അതിൽ നിന്നിങ്ങനെ ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. ആ രണ്ട് ലൈനുകളും രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്തുകൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പൊ എന്തുണ്ടായി? ഇവിടെയൊക്കെ കൂട്ടിമുട്ടി അല്ലെ? നമുക്ക് ABCD എന്ന് പേര് കൊടുക്കാം. ഓരോ മീറ്റിംഗ് പോയിന്റിനും നമ്മൾ പേര് കൊടുത്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കിളിന്റെ ഇടയിൽ വന്നിരിക്കുന്ന ആ രണ്ട്
സൈഡുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് എ ബിയും സി ഡിയും ഇവിടെ മുതൽ ഇവിടം വരെ ഈക്വൽസ് സി മുതൽ ഡി വരെ. കണ്ട, എ ബി ഈക്വൽസ് സി ഡി എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഫിഗറിൽ പേരുകളൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പേരുകൾ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം റഫ് ഫിഗർ വരച്ച് അതിനൊക്കെ പേര് കൊടുക്കുക. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നോ പിന്നെ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴികൾ എന്താണ് എന്ന് ചിന്തിക്കുക. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് ഇത് ഉപയോഗിച്ചാൽ മതി. കാരണം സെന്റർ ഉണ്ട്. സെന്റർ രണ്ട് സർക്കിളിനും ഒരേ സെന്റർ ആണ്. ആ സെന്ററിൽ നിന്ന് നമ്മൾ ഈ ലൈനിലേക്ക്, ഈ വലിയ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അതായത് അപ്പൊ ഇവിടെ 90 ഡിഗ്രി വന്നു. അപ്പൊ എന്താ ഉണ്ടാവുക? നമ്മൾ പഠിച്ചതല്ലേ, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. അല്ലെ, പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എവിടെ നിന്നും? സെന്റർ ഓഫ് ദ സർക്കിളിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ കോഡിനെ ബൈസെക്ട് ചെയ്യും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? വലിയ AD എന്ന് പറയുന്ന വലിയ കോഡ് എടുക്കാം നമുക്ക്, വലിയ ലൈൻ. ഈ വലിയ കോഡിനെ O എന്ന് പറയുന്ന സെന്ററിൽ നിന്നും വന്നിരിക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്തു. അങ്ങനെ ബൈസെക്ട് ചെയ്തപ്പോ ആ പോയിന്റിന് നമുക്ക് E എന്ന് പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AE ഈക്വൽസ് DE. റീസൺ അറിയാലോ. ഇനി അതേപോലെ തന്നെ ചെറിയ BC എന്ന് പറയുന്ന കോഡ്, ചെറിയ സർക്കിളിന്റെ കോഡ്, അതിലേക്ക് O എന്ന് പറയുന്ന സെന്ററിൽ നിന്നും ലൈൻ വന്ന് ബൈസെക്ട് ചെയ്തപ്പോ, പെർപെൻഡിക്കുലർ വന്ന് ബൈസെക്ട് ചെയ്തപ്പോ എന്തായി? BE ഈക്വൽസ് CE ആയി മാറി. അപ്പൊ ADനെ നോക്കുകയാണെങ്കിൽ AEയും DEയും ഈക്വൽ ആണ്. ഇവിടെ വരെ ഈക്വൽ ആണ്, ഇവിടെ വരെ ഈക്വൽ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ BEയും CEയും ഈക്വൽ ആണ്. പിന്നെ ബാക്കി എടുക്കുന്നത് ഈ രണ്ട് പീസാണ്. അപ്പൊ അതും ഈക്വൽ ആയിരിക്കില്ലേ? അതായത് ഈ വലിയ AEയിൽ നിന്നും BE മൈനസ് ചെയ്തതും DEയിൽ നിന്ന് CE മൈനസ് ചെയ്ത് കിട്ടുന്നതുമായിട്ടുള്ള ആ രണ്ട് പോർഷൻസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? AEയിൽ നിന്നും BE മൈനസ് ചെയ്യുന്നതും, അതായത് ഈ രണ്ട് ഭാഗങ്ങൾ മൈനസ് ചെയ്യുന്നതും ഈ രണ്ട് ഭാഗങ്ങൾ മൈനസ് ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. ഈക്വൽ DE മൈനസ് CE. അപ്പൊ AE മൈനസ് BE എന്ന് പറഞ്ഞാൽ എന്താണ്? AEയിൽ നിന്നും BE പോയി കഴിഞ്ഞാണ് ബാക്കിയുള്ളതാണ് AB. ഈക്വൽസ് അതേപോലെ DCയിൽ നിന്നും CE പോയിട്ട് ബാക്കിയുള്ളതാണ് CD എന്ന് നമുക്ക് കിട്ടി. അതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ?